ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സൂപ്പർ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം ഞാൻ ഇതേപോലെ വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിൽ നിന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികം ചേർക്കുന്നത് ഈ ചിക്കനിലേക്കുള്ള ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. പിന്നീട് അവസാനം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ സവാള ആയി കിട്ടും. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക. അങ്ങനെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഉപ്പ് ചേർത്തിട്ട് സവാള ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കറിക്ക് ഇതേപോലെ സവാള വാട്ടിയെടുക്കണം. സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഒരുണ്ട വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളക്, വലിയ 3 പച്ചമുളകും ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവ പോകുകളൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ പോകുകളും ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് അപ്പം, ചപ്പാത്തി, ചോറ്, നെയ്ച്ചോറ്, എന്തിൻ്റെ പുട്ട്, ദോശ, എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെ വെക്കാൻ എല്ലാവരും പറയും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് പോകുവോളം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. മീഡിയത്തിൽ നിന്നൊക്കെ ഒരല്പം കുറച്ച് വെക്കുക. ഏറ്റവും ലോയിലേക്ക് മാറ്റേണ്ട, ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ചിട്ട് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ മുളക് പൊടി കൂടുതൽ ചേർക്കേണ്ട, പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളകോ കൂടുതൽ ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി. ഒരുപാട് പൊടികൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് നമുക്ക് ചേർക്കുന്നത് അത്ര നന്നാവില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചിക്കൻ മസാല ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിന് പകരം ഒരല്പം മല്ലിപ്പൊടി കൂടുതൽ ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ മസാല ചേർക്കുന്നില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല എന്നുള്ളത് ഒരു 3/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചക്കുത്ത് പോയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി, ഒരുപാട് തക്കാളിൻ്റെ ആവശ്യമില്ല, ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് തന്നെ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇതേപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തക്കാളിയുടെ മുകളിലേക്ക് ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. തക്കാളി ഒരുപാട് വെന്ത് എന്താ പറയുക അലിഞ്ഞു വരണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിതിലേക്ക് ചിക്കനൊക്കെ ചേർക്കുന്നത് കൊണ്ട് നന്നായിട്ട് ഇത് തക്കാളിയൊന്നും കഴിക്കുന്ന സമയത്ത് കാണാൻ പോലും കിട്ടൂല, അത്രക്കും അലിഞ്ഞങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതിങ്ങനെ എത്രയൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ, 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ ഒരു ലേശം വെള്ളം ഇറങ്ങി വന്നിട്ട് ഈ അരവൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി കിട്ടും. നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനുശേഷം നമ്മളിതിലേക്ക് പച്ചവെള്ളമല്ല, തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് ഒരല്പം സമയം ഒരു 2-2.5 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരല്പം വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ സമയം വെച്ചാൽ, ലോ ഫ്ലെയിമിലാക്കി കൂടുതൽ സമയം വെച്ചാൽ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും.
അപ്പോൾ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം ഉപ്പ് കുറവുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഒരു 1.5 കപ്പോളം വരുന്ന തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്കായി കിട്ടുകയും ചെയ്യും. ഇനി ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഊറി വരികയും ചെയ്യും കേട്ടോ. എന്നിട്ട് ചിക്കൻ നന്നായി കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ചിക്കനിലേക്കൊന്നും ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ ചിക്കന് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല, കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റോളം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി കുറച്ചൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പം, ചപ്പാത്തി, ചോറ്, നെയ്ച്ചോറ് എന്തിൻ്റെ ഒപ്പം, ഞാൻ പറഞ്ഞില്ലേ പുട്ട്, ദോശ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം മല്ലിയില കൂടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം മല്ലിയില കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രം ഇത് നമ്മൾ സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സന്തോഷം നിറഞ്ഞ ഒരു അടിപൊളി വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.